ഓരോ 100 മീറ്റർ കൂടുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇത്ര മീറ്റർ ഇത്ര മീറ്റർ. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുവാൻ. അപ്പോൾ ഈ പ്രദേശത്താണ് ഭൂരിഭാഗം ടൂറിസ്റ്റുകളും തമ്പടിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. വെള്ളത്തിന് മനോഹരമായി കുളിക്കാനുള്ള നല്ല സംവിധാനമുണ്ട്. ഇവിടെ വേറെ അപകടങ്ങളൊന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭൂരിഭാഗം ആൾക്കാർ ഈ പ്രദേശത്താണ്. അപ്പോൾ ശരിക്കും ഇവിടം തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതുവഴിയാണ് ഇനി മുകളിലേക്ക് കയറേണ്ടത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ കൂറ്റൻ പാറകൾ, വൃക്ഷങ്ങളുടെ വേരുകൾ ഒക്കെ കൂടെ കൊണ്ട് നിമിഡമായൊരു കാടാണ്. ഒരു 100 മീറ്റർ ഇടവിട്ട് പല ഭാഗത്തായിട്ട് ഗൈഡുകൾ നിൽപ്പുണ്ട്. അവർ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അങ്ങോട്ടങ്ങോട്ട് പോകും തോറും ശരിക്കും നല്ലൊരു ഏരിയ ഈ ഭാഗത്തൊക്കെ അപകട മേഖലയാണ് ശരിക്കും. അവിടെ ഇപ്പോൾ കമ്പിവേലികൾ കൊണ്ട് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. തിരിച്ചു വരുന്ന ആൾക്കാരുടെ അടുത്ത് പലയിടത്തും ഞാൻ ചോദിച്ചു എങ്ങനെയാണ് യാത്ര, കൊള്ളാമോ? കാരണം ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. നല്ല തണുത്ത ഏരിയ. പോകുന്ന പല ഭാഗത്തും വിജനമാണ്. ചിലപ്പോൾ നമുക്ക് ഭയം തോന്നിയേക്കും. പിന്നെ ഫാമിലിയായിട്ട് വരുമ്പോൾ ശരിക്കും ഇത്തിരി സമയമെടുത്ത് വലിയ തിരക്കില്ലാത്ത കാരണം ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ മീൻമുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീൻമുട്ടി എന്ന് പറയുമ്പോൾ ശരിക്കും വാമനാപുരം നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേട്ടോ ഈ കല്ലാറെന്ന് പറയുന്നത്. ഈ പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ഇരിക്കേണ്ടി വരും എന്ന് പറയേണ്ട കാരണമുണ്ട്. കാരണം അത്ര കണ്ട് നടക്കാനാണ്. ട്രക്കിംഗ് സംവിധാനം ഭയങ്കരമാണ്. ഏകദേശം 1.5 കിലോമീറ്റർ വളരെ കൃത്യമായിട്ട് നടക്കാനുണ്ട്. അത് ആസ്വദിച്ച് നടന്ന്